ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് അരയടിയോളം വർദ്ധിച്ച് 131.55 അടിയിലെത്തി. വെള്ളിയാഴ്ച രാവിലെ വരെയുള്ള 24 മണിക്കൂറിൽ ഓരോ സെക്കൻഡിലും അണക്കെട്ടിലേക്ക് 2484 ഘനയടി വീതം ഒഴുകിയെത്തിയപ്പോൾ തമിഴ്നാട് കൊണ്ടുപോയത് 1400 ഘനയടി വെള്ളമാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെപ്പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ പെയ്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് 131.55 അടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് 136 അടിയിലേക്ക് എത്തിയാൽ സ്പിൻവേ ഷട്ടറുകളുടെ ലെവലിൽ വെള്ളമെത്തും. അണക്കെട്ടിലെ അനുവദനീയമായ സംഭരണശേഷി 142 അടിയാണ്. കാലഹരണപ്പെട്ടതും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതുമായ മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതുക്കി പണിയണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുകയാണ്. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ 6ഓളം ജില്ലയാണ് വെള്ളത്തിലാകുവാൻ പോകുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിശദമായ പഠനം നടത്താൻ സുപ്രീം കോടതി 2010 നിർമ്മിച്ച ജസ്റ്റിസ് AS ആനന്ദ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 2014 അണക്കെട്ടിലെ ജലനിരപ്പ് 136 നിന്നും 142 അടിയായി ഉയർത്തിയിരുന്നു. അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന കേരളത്തിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. അണക്കെട്ടിന്റെ സുരക്ഷ കൃത്യമായ ഇടവേളകളിൽ അറിയുവാൻ മേൽനോട്ട സമിതിയെ കോടതി അംഗീകരിച്ചു. 5 അംഗങ്ങളുള്ള ഈ സമിതിയെ സഹായിക്കുവാൻ 5 അംഗങ്ങളുള്ള ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ പരിശോധനകൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്കയെ മാറ്റാൻ ഇത് പര്യാപ്തമാകുന്നില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന തമിഴ്നാട്ടിലെ വൈഗ ഡാമിൽ 56 അടി വെള്ളമാണ് ഉള്ളത്. 71 അടിയാണ് ഡാമിന്റെ സംഭരണശേഷി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പണിയണമെന്നുള്ള കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പുതിയ അണക്കെട്ടിനുള്ള ആവശ്യം ഉന്നയിച്ച് കേരള നിയമസഭ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള പ്രോജക്റ്റ് കേരളം രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിലുള്ള പാരിസ്ഥിതിക ആഘാത പഠനത്തിനായാണ് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇവ സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ അറിയുവാൻ കഴിയും.